ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി വനവിജ്ഞാപനം ഇറക്കിയതിൽ ഗവർണർക്ക് പരാതി നൽകി പട്ടികവർഗ ഏകോപന സമിതി. വനവിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം റദ്ദു ചെയ്ത് ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നും പട്ടികവർഗ ഏകോപന സമിതി പരാതിയിൽ പറയുന്നു. മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി ആരോപിച്ചു. അനുവദിച്ച ഭൂമിയിൽ 566 കുടുംബങ്ങൾക്കായിട്ട് 668 ഏക്കർ ഭൂമി മാത്രമാണ് വിതരണം ചെയ്തത്. ഈ ഭൂമി കൊടുക്കാതിരിക്കാനുള്ള ഗൂഢാലോചന ഈ ഭൂമി അനുവദിച്ച കാലം മുതൽ തന്നെ അതിൻ്റെ വനം വകുപ്പ് എൻ്റെ കൈവശത്തിൽ ഇരുന്ന അവരത് അന്നു മുതൽ ആലോചിച്ചിരുന്ന ഒരു ഗൂഢാലോചനയാണ്. അതിൽ റവന്യൂ വകുപ്പിൻ്റെ ഒത്താശയും അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആദിവാസിക്ക് അനുവദിച്ച ഭൂമി ഞങ്ങൾക്ക് തന്നെ തിരിച്ച് അത് വിതരണം ചെയ്യണം, ഭൂരഹിതർക്ക് കൊടുക്കണം എന്നുള്ള ആവശ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട ഗവർണറെ ഞങ്ങൾ സമീപിച്ച് വനവിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം ആ കാര്യം പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. സന്ദീപ് രാജാക്കാടിന്റെ വിശദാംശങ്ങളുമായി. സന്ദീപ്, വനവിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയിലാണെന്ന്, ഈ വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം. ഈ പരാതിയിലൊപ്പം തന്നെ ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒപ്പം ഒരു വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ ഗൂഢാലോചന വനവകുപ്പുകൾ ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു കൂടി ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ തന്നെ ഈ വനവിജ്ഞാപനം ഇറക്കിയത് താൽക്കാലികമായി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷവും വനം വകുപ്പ് ഈ ഭൂമിയിലേക്കുള്ള കടന്നുകയറ്റവും ആദിവാസി കുടുംബങ്ങൾക്കെതിരെയുള്ള നടപടികളുമൊക്കെയായി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പട്ടികവർഗ ഏകോപന സമിതി തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ആയിരക്കണക്കിന് വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഇനിയും ഭൂമി വിതരണം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതിന് ഭൂമി മറ്റൊരിടത്ത് കണ്ടെത്തുവാൻ കഴിയാത്ത സ്ഥിതി കൂടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഏറ്റെടുത്ത ഭൂമി ആദിവാസി വിതരണത്തിന് വേണ്ടി ഏറ്റെടുത്ത 1490 ഏക്കർ ഭൂമിയിൽ 666 ഏക്കർ വിതരണം നടത്തി. ബാലൻസ് ഉള്ള 822 ഏക്കർ, ആ 822 ഏക്കറിൽ ഉൾപ്പെട്ട ഭൂമിയാണ് പിന്നീട് വനം വകുപ്പ് ഏകപക്ഷീയമായി വനവിജ്ഞാപനത്തിന് വേണ്ടി പ്രപ്പോസൽ നൽകുകയും അതിന്റെ കരട് വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ആയിരക്കണക്കിന് വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഇപ്പോഴും ഭൂമി വിതരണം നടത്താതിരിക്കുന്ന ഘട്ടത്തിൽ ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് വനം വകുപ്പ് കയ്യേറിയിരിക്കുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ പട്ടികവർഗ ഏകോപന സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഗവർണറെ ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഗവർണർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഒരു വിഭാഗത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി മറ്റൊരു വകുപ്പ് അനധികൃതമായി കൈയടക്കി അത് വനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു അവകാശ ലംഘനം കൂടിയാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുവാൻ കഴിയില്ല. പ്രധാനമായും ആദിവാസികൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി മറ്റേതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റി ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയുന്നതല്ല. അത് ഭരണഘടനാ ലംഘനം കൂടിയാണ്, തങ്ങളുടെ അവകാശ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ഈ വനവിജ്ഞാപനത്തിന്റെ കരട് വിജ്ഞാപനം റദ്ദു ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനവുമായി വനം വകുപ്പ് മുമ്പോട്ട് പോവുകയാണ്. ഈ ആദ്യഘട്ടം സെക്ഷൻ 4 വിജ്ഞാപനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ആദിവാസി സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം അവിടെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. ആ ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു മേഖലകളിൽ നിന്ന്, സംസ്ഥാനത്തെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഭൂരഹിതരായിട്ടുള്ള ആദിവാസികളെ ഈ ചിന്നക്കനാലിലേക്ക് കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ കുടിൽ കെട്ടി താമസം ആരംഭിക്കുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകുവാനുള്ള ഒരു നീക്കം കൂടി പട്ടികവർഗ ഏകോപന സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് വിവിധ സംഘടനകളുമായി, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആദിവാസി സംഘടനകളുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ചിന്നക്കനാലിൽ മറ്റൊരു ആദിവാസി ഭൂസമരം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം വകുപ്പ് കൃത്യമായി റവന്യൂ ഭൂമിയാണ് എന്ന വ്യക്തമായ ധാരണയുണ്ടായിരുന്നിട്ട് HNL കമ്പനിയുടെ പാട്ടക്കാലാവധി അവസാനിക്കും
അവസാനിക്കുന്ന ഘട്ടത്തിലായിരുന്നു അത് വനം വകുപ്പ് ഏറ്റെടുക്കുകയും ജണ്ടകൾ സ്ഥാപിക്കുകയും ചെയ്തത്. അത് അന്ന് തന്നെ റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവരികയും അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിനുശേഷം മറ്റ് നടപടികളിലേക്കൊന്നും പോകാതെ സെക്ഷൻ 4 വിജ്ഞാപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ നൽകി. അത് സെക്ഷൻ 4 വിജ്ഞാപനം ഇറങ്ങുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ അടക്കം അറിയുന്നത്. ഒപ്പം തന്നെ ജനപ്രതിനിധികളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ആദിവാസി സംഘടനകൾ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ഗവർണറെ പരാതി നൽകിയതിനൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ഗവർണറുടെ ഡേറ്റ് ചോദിച്ചിരിക്കുകയാണ് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന്. ആ കൂടിക്കാഴ്ച കൂടി നടത്തി സംസാരിച്ചതിന് ശേഷമായിരിക്കും മറ്റ് സമരപരിപാടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പട്ടികവർഗ ഏകോപന സമിതി വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും കയ്യേറ്റങ്ങൾ ഇല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആ ഭൂമിയുടെ താൽക്കാലിക സംരക്ഷണ ചുമതല വനം വകുപ്പിന് നൽകുകയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ആ സംരക്ഷണ ചുമതലയുടെ ആ ഒരു ഉത്തരവിന്റെ മറവിലാണ് വനം വകുപ്പ് ഈ 822 ഏക്കർ വരുന്ന ആദിവാസി ഭൂമി കയ്യേറുകയും അവിടെ വനവിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും സംസ്ഥാനത്താകെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ ആദിവാസി സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പട്ടികവർഗ ഏകോപന സമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ഗവർണർക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ വനം മന്ത്രി അടക്കം നമ്മളോട് നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഒരാളെയും കുടിയൊഴിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല. അവിടെ താൽക്കാലികമായിട്ടുള്ള വിജ്ഞാപനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് ആദിവാസി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ വനം വകുപ്പ് ഇവരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഇപ്പോഴും നടത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണം ഉണ്ടായത് അതേ ഭൂമിയിൽ തന്നെയാണ്. അവിടെ താമസിക്കുന്ന ആളുകളെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആനകളുടെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പോലും അവിടേക്ക് കയറി ചെല്ലാതെ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാത്ത തരത്തിൽ എങ്ങനെയെങ്കിലും ആളുകൾ ഇവിടെ നിന്ന് സ്വയം കുടിയൊഴിഞ്ഞു പോവുകയാണെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു നിലപാട് വരെ വനംവകുപ്പ് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മനുഷ്യത്വ ലംഘനം ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദിവാസി സംഘടനകൾ ഈ കുടുംബങ്ങളുടെ സംരക്ഷണം കൂടി ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സെക്ഷൻ 4 വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞാൽ ആ ഭൂമിയുടെ മറ്റ് നടപടികളിലേക്കെല്ലാം പോകുന്നത് ഈ സബ് കളക്ടറുടെ ചുമതലയാണ്. സബ് കളക്ടറാണ് അത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ടത്. എന്നാൽ ആ പരിഹാരം കാണേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കെ വനംവകുപ്പ് ആ ഭൂമിയിൽ ബോർഡ് സ്ഥാപിക്കുകയും ജണ്ട സ്ഥാപിക്കുകയും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു, അവിടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല, ഇപ്പോൾ താൽക്കാലികമായ തുടർ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം നൽകുന്നു. എന്നാൽ മറുവശത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ വനംവകുപ്പ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് ഈ സെക്ഷൻ 4 വിജ്ഞാപനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഉറപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറിക്കപ്പെട്ട് അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കാൻ ഇല്ലെങ്കിൽ ആദിവാസി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പട്ടികവർഗ ഏകോപന സമിതി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പട്ടികവർഗ ഏകോപന സമിതിയുടെ അപേക്ഷയിലായിരുന്നു 2002 ഈ 1490 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും ആദിവാസി കുടുംബങ്ങൾക്ക് 3 ഘട്ടങ്ങളിലായി 666 ഏക്കർ വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് പട്ടികവർഗ ഏകോപന സമിതി ആയതുകൊണ്ട് തന്നെയാണ് ഈ അവകാശ പോരാട്ടത്തിൽ തങ്ങൾ ഇത് അവസാനിക്കുന്നിടം വരെ ഇല്ലെങ്കിൽ ഈ ഭൂമി ഏറ്റെടുത്ത് ആദിവാസികൾക്ക് വിതരണം നടത്തുന്നതുവരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ അത്തരം ഭൂസമരങ്ങൾക്ക് ചിന്നക്കനാൽ സാക്ഷിയാകുമെന്നതിന് സംശയമില്ല. ശരി, വ്യക്തമാണ്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.